ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചട്ടിങ്ങറ ഫാമിലിയിലേക്ക് സ്വാഗതം. അങ്ങനെ 2023 അവസാനിച്ച് 2024 നമ്മൾ കടന്നു. 2023 ഏകദേശം എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വർഷമായിരുന്നു കേട്ടോ. അപ്പോൾ 2024 ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു കൊല്ലമായിരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഈ വർഷം ഞാൻ ആദ്യമായിട്ടൊരു ഭയങ്കരമായിട്ടുള്ള ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. ഏകദേശം 700 രൂപയിൽ താഴെയായിട്ട് നല്ല സ്റ്റാൻഡേർഡുള്ള കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഡെയിലി വെയർസിന് പറ്റിയിട്ടുള്ള കുറച്ച് കുർത്തീസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗത്തിൽ വീഡിയോയിലേക്ക് പോകാം, ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ എല്ലാ കുർത്തീസും വാങ്ങിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. നമുക്കറിയാം, ആമസോണിൽ നല്ല ഓഫേഴ്സുള്ള സമയത്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പ്രൈസ് ഡ്രോപ്പിൽ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, ഈസി റിട്ടേൺ റീപ്ലേസ്മെൻ്റ് ഒക്കെ പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് ഓരോ കുർത്തീസായിട്ട് കാണാം. ആദ്യം തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ളൊരു കുർത്തിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കുർത്തിയാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഒരു 700 ബിലോ ഉള്ള ഒരു പർച്ചേസാണ് ഞാൻ നടത്താൻ തീരുമാനിച്ചത്. അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് വാങ്ങിച്ചിട്ടുള്ളൊരു കുർത്തിയാണ്. അപ്പോൾ നമുക്ക് വേഗത്തിൽ ആ ഒരു കുർത്ത കാണാം. ഈ ഒരു ടൈപ്പാണ്, ഈ ഒരു കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ. നല്ല കംഫർട്ടബിളാണ്. ഞാൻ സൈസ് ചൂസ് ചെയ്തിട്ടുള്ളത് ലാർജാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ സൈസ് വന്നിട്ട് മീഡിയമാണ്. പക്ഷേ ലാർജ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഷേപ്പ് ആയിട്ട് നിൽക്കുന്നത് പോലെ ഉണ്ടാവില്ല. എനിക്ക് കുറച്ച് വയറുണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ, അതുകൊണ്ട് അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലൂസായിട്ടുള്ളതാണ് ചൂസ് ചെയ്യാറുള്ളത്. പക്ഷേ എല്ലാം നമുക്ക് അതേപോലെ നമുക്ക് ഫിറ്റായിട്ട് വരണമെന്നില്ല കേട്ടോ. ലാർജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഷോൾഡറിന് ചെറിയ ഡിഫറൻസ് വരും, പക്ഷേ ചിലത് ഭയങ്കര ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ 1-2 വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ റീപ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് അത് ഇട്ടിട്ടൊന്നും കാണിച്ചു തരുന്നില്ല. നിങ്ങൾക്ക് ഞാൻ ബാക്കിയുള്ള സംഭവം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു സംഭവം, ഇതിൻ്റെ കൈയൊക്കെ വരുന്നത് ഈ ഒരു ടൈപ്പാണ്. കൈ കുറച്ചൊരു ട്രാൻസ്പെറൻറ്റ് ടൈപ്പാണ്. ബാക്കിയുള്ള ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ. സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. നല്ല ക്വാളിറ്റിയാണ്, ഡീസൻ്റ് ആയിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു കുർത്തിയാണിത്. ഇനി എങ്ങനെയാണോ ഇമേജിൽ കണ്ടത്, ഏകദേശം ആ ഒരു കാര്യത്തിന് ഓക്കെയാണ്. പിന്നെ നമ്മളുടെ ഡെയിലി വെയർസായിട്ട് യൂസ് ചെയ്യുന്നതിന് അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ, അതിന് റേറ്റിംഗ് കൊടുത്ത പോലെ തന്നെ കൊള്ളാം. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഇനി രണ്ടാമത്തെ കുർത്തി എന്ന് പറയുന്നത് സെയിം കളറിൽ തന്നെ ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നതും പെട്ടെന്നൊന്നും ചീത്തയായി പോവില്ല, കളറ് ഫെയ്ഡാവില്ല, അങ്ങനെയൊക്കെയുള്ളൊരു ഗുണമുള്ളത് കൊണ്ടാണ്, ഒരുപാട് ആൾ എടുത്തിട്ട് കണ്ടതുകൊണ്ടാണ്. പക്ഷേ ഇതെനിക്ക് പേഴ്സണലി ഈ ഒരു കളറ് അങ്ങനെ ഒത്തിരി ഇഷ്ടമായിട്ടില്ല. പക്ഷേ ഒരുപാട് പേര് ഇട്ടിട്ട് കണ്ടപ്പോൾ, എൻ്റെ ഫ്രണ്ട്സ് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവരൊക്കെ ഇട്ടിട്ട് കണ്ടപ്പോൾ എനിക്ക് കൊള്ളാമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു കുർത്തി വന്നിട്ട് ഞാൻ ചൂസ് ചെയ്തത്. കളർ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നിറയെ ഫ്ലോറൽ പ്രിൻറ്റിങ് വരുന്നത് പോലെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ വരുന്നത്. കൊള്ളാം, കുഴപ്പമില്ല. നമുക്ക് ജീൻസിൻ്റെ കൂടെയും ലെഗിൻസിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു സംഭവമാണ്. ഓഫീസ് യൂസിനായാലും കോളേജ് യൂസിനായാലും ഡെയിലി യൂസിനായാലും ഒക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. ഈ പ്രൈസിനും ഇത് ഓക്കെയാണ്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ കോട്ടണൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ കളറ് ഫെയ്ഡായി പോകും. ഇതിന് അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. ഈ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽസൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നൊരു മോഡൽ കുർത്തി തന്നെയാണ് കേട്ടോ. ഇതാണ് രണ്ടാമത്തെ കുർത്തി എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു റെഡ് ഷെയ്ഡ് വരുന്ന ഈ ഒരു ടൈപ്പാണ്. ഇതിന് ഒത്തിരി ലെങ്ത്ത് ഇല്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ജീൻസിനൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണെന്ന് പറയാൻ കാരണം, ഈ ഒരു സംഭവത്തിന് കുറച്ച് എലാസ്റ്റിക് ഒക്കെ വരുന്നത് കണക്കെയാണ് ഈ ഒരു സംഭവം വരുന്നത്. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ സൈസ് എടുത്തത് കുറച്ച് ഈ എലാസ്റ്റിക് ഒക്കെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ അതേ ഫിറ്റ് തന്നെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കുറച്ച് വലിയ സൈസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊരു അത്ര ഒരു ഭംഗിയായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇതെനിക്ക് റീപ്ലേസ് ചെയ്യണം. ഇതിൻ്റെ കളറ് വന്നിട്ട് ഈ ഒരു നല്ലൊരു കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെയാണ്. മെറ്റീരിയൽ ക്വാളിറ്റി എല്ലാം ഓക്കെയാണ്, കളർ എല്ലാം ഓക്കെയാണ്. പറഞ്ഞ പോലെ സൈസ് കുറച്ചുകൂടെ നമ്മളുടെ കറക്റ്റ് സൈസ് എടുക്കുന്നതായിരിക്കും എലാസ്റ്റിക് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിന് കുറച്ചുകൂടെ നല്ലത്. അതുകൊണ്ട് ഞാൻ ഇതും റീപ്ലേസ് ചെയ്യാനിരിക്കുകയാണ്. റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല, ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത കുർത്തി കാണാം. അടുത്ത കുർത്തി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എനിക്ക് എടുത്തതിൻ്റെ കൂട്ടത്തിനും ഒത്തിരി ഇഷ്ടമായിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ. ഈ ഒരു യെല്ലോ അതുപോലെ കുറച്ച് ഫ്ലോറൽ ഡിസൈനൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം, ഞാൻ ഈ പറഞ്ഞ പോലെ നെക്ക് ഭയങ്കര വൈഡായിട്ടുള്ള നെക്കാണ്.
അതും ഞാൻ ഈ ലാർജ് എടുത്തത് കൊണ്ട് ഈ ഡ്രസ്സ് ഇട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ കറക്റ്റ് ഫിറ്റിംഗ് എടുക്കുക. അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ നമ്മളുടെ ദേഹത്തിങ്ങനെ പറ്റി നിൽക്കുമല്ലോ, അതായത് ചേർന്ന് നിൽക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതെനിക്ക് റീപ്ലേസ് ചെയ്യണം. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. നല്ല മെറ്റീരിയലാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല ഡിസൈന്, നല്ല വർക്ക്, അതുപോലെ ഇതിൻ്റെ ഉള്ളിലെ ലൈനിങ് കാര്യങ്ങളൊക്കെ വരുന്നതും എല്ലാം നന്നായിട്ടുണ്ട്. കൈക്ക് ലൈനിങ് ഇല്ല കേട്ടോ, കുറച്ച് ട്രാൻസ്പെറൻറ്റ് ടൈപ്പാണ്. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഒത്തിരി 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 ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും എനിക്കിത് റീപ്ലേസ് ചെയ്യണം. സോ ഇതാണ് അടുത്ത കുർത്തി എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റായിട്ടുള്ള കുർത്തിയാണ് ഇത്. ഈ പറഞ്ഞ പോലെ തന്നെ നെക്കിൻ്റെ ഇഷ്യൂ വന്നു. ഞാനത് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് പറ്റിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ. ബാക്കി മെറ്റീരിയലും എല്ലാം അടിപൊളിയാണ്. നിങ്ങൾ നല്ല മെലിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഇത് നന്നായിട്ട് ചേരും കേട്ടോ. ഡ്രസ്സ് വന്നിട്ട് ഇത്തിരി കുറച്ച് തടിച്ചവർക്ക് ചേരില്ല എന്നല്ല, എനിക്ക് വയറ് വന്നിട്ട് നല്ലോണം ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ്. ബാക്കിയൊന്നും ഇഷ്യൂ ഇല്ല. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഇല്ല എങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഇതിന് ഇറക്കം നല്ല കുറവാണ്. സോ നിങ്ങൾക്ക് വന്നിട്ട് പാൻസിൻ്റെ, അതായത് ജീൻസിൻ്റെ കൂടെ മാത്രം, അല്ലെങ്കിൽ ലെഗിൻസിൻ്റെ കൂടെ പെയർ ചെയ്യുന്നവരുണ്ടാവും. എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാം തന്നെ ഇത്ര തവണ പർച്ചേസ് എല്ലാം തന്നെ നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. എല്ലാം റീപ്ലേസ് ചെയ്യേണ്ടത് വന്നത് ഈ ഒരു ഇഷ്യൂ കൊണ്ട് മാത്രമാണ്. എല്ലാം നല്ല കേട്ടോ, ഒരു 3 എണ്ണത്തിൻ്റെ ഈ നെക്ക് ഇഷ്യൂസ് കൊണ്ടാണ്. അത് നമുക്ക് കറക്റ്റ് സൈസ് എടുക്കുകയാണെങ്കിൽ ആ പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഇടുന്നവരുണ്ടെങ്കിൽ വലിയ ഇഷ്യൂ ഇല്ല കേട്ടോ. പിന്നെ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം, ഞാൻ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് പോയിട്ട് ബൈ ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതിലേത് കുർത്തിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായെന്നുള്ളത് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.